അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എല്ലാവർക്കും റാഹത്തല്ലേ, സന്തോഷല്ലേ? മാഷാ അല്ലാഹ്. ശനിയാഴ്ചയാണ്. നമ്മുടെ പ്രവർത്തനങ്ങളെ വിലയിരുത്തി അടുത്ത ആഴ്ചത്തേക്ക് വേണ്ട പ്രവർത്തനങ്ങളെ ഫിക്സ് ചെയ്യേണ്ടുന്ന രൂപീകരണം, പ്രവർത്തന രൂപീകരണത്തിന് വേണ്ടിയുള്ള ദിവസമാണ് ഇന്ന്. ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തട്ടെ. നമ്മുടെ എനർജി നഷ്ടപ്പെട്ടു പോകുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു ഒഴിവ് സമയം. അതേപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ ഏറ്റവും കൂടുതലും പരിഗണിക്കുന്ന, അല്ലെങ്കിൽ നമ്മളെ അറിയുന്ന ആളുകൾ നമ്മളെക്കുറിച്ച് നെഗറ്റീവ് പറയുന്നുണ്ട് എന്ന് നാം അറിഞ്ഞാൽ, അല്ലേ? നമ്മളെക്കുറിച്ച് ഇന്ന ആള് ഇന്നത് പറയുന്നുണ്ട്, ഇന്നത് പ്രചരിപ്പിക്കുന്നുണ്ട് എന്നറിഞ്ഞാൽ നമ്മൾ ഭയങ്കരമായിട്ട് വിഷമിച്ചു പോലെ. ഇപ്പോൾ അങ്ങനെയാണോ നിങ്ങള്? എന്നാൽ നിങ്ങൾക്കുള്ളതാണ് ഇന്നത്തെ സെഷൻ. എന്താണെന്നറിയോ? കേട്ടോ. നമ്മളെ കുറിച്ച് മറ്റൊരാൾ ഇങ്ങനെ പറഞ്ഞ് നടക്കുന്നുണ്ട് എന്ന് നമ്മൾ അറിയുമ്പോഴത്തേക്ക് നമ്മൾ ആകെ സ്ട്രെസ്സായി, തലവേദനയായി, വിഷമായി, അന്നത്തെ ദിവസം നമ്മൾ അങ്ങോട്ട് പോയി കിട്ടും. എന്നാൽ നമ്മളെ കുറിച്ച് ഒരാൾ പറയുന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്, ഒരു സത്യമുണ്ട്. എന്താണെന്നറിയത്? നിങ്ങൾ നോക്ക്, നമ്മളെ കുറിച്ച് പറയാൻ കഴിയുന്ന രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, പാവാണ്, സാധുവാണ് എന്ന ഒരു വർത്താനം പറയാൻ പറ്റും. ഇത് ഒരൊറ്റ പ്രാവശ്യം നമ്മൾ പറയൂ. നമ്മളെ കുറിച്ച് പറയുന്നവര് ഇതൊറ്റ പ്രാവശ്യം, അത് അയാളൊരു സാധുവാ പറഞ്ഞങ്ങ് വിടും. മറ്റൊന്നോ, നിരന്തരം ഒന്നിടവില്ലാണ്ട് ആരോപണങ്ങൾ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. മനസ്സിലായോ? ഇതിൽ ആദ്യത്തെ കൂട്ടരില്ലേ, അവര് ആ സാധുത്വം കൊണ്ട് ഇങ്ങനെ ഒതുങ്ങി സൈഡിലൂടെ പോകുന്നവരായിരിക്കും. അവരെ കുറിച്ച് അതേ പറയാനുള്ളൂ, വേറൊന്നും പറയാനില്ല. അതേസമയം ഒന്നിടവിടാണ്ട് ആരോപണങ്ങൾ അങ്ങനെ നമ്മുടെ മുകളിലേക്ക് വരുന്നുണ്ടെങ്കിൽ നിങ്ങള് ചിന്തിച്ചോളൂ, നിങ്ങളുടെ പ്രവർത്തനങ്ങൾ ആരുടെയൊക്കെയോ കുറിക്ക് കൊള്ളുന്നുണ്ട്, ആർക്കൊക്കെയോ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ കൊള്ളുന്നുണ്ട്. അതാണ് അതിന്റെ അർത്ഥം. മാത്രല്ല, അങ്ങനെ നിങ്ങളെക്കുറിച്ചുള്ള നിരന്തര ആരോപണങ്ങൾ നിങ്ങളിലേക്ക് വരുന്നുണ്ടോ, ഉറപ്പിച്ചോളൂ, നിങ്ങൾ വളരുന്നുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. സാധുവാണ് എന്ന് പറഞ്ഞാൽ പിന്നെ അയാൾ വളരുന്നില്ല, അയാൾ ഒരു പ്രവർത്തനം ചെയ്യുന്നില്ല, അയാൾ ഏതോ ഒരു മൂലയിൽ കുത്തിയിരിക്കുക ചെയ്തോണ്ടിരിക്കുന്നത്. അയാളെ കുറിച്ച് സാധുവാണെന്ന് പറയാനുള്ളൂ. അതേസമയം നിരന്തരം ആരോപണങ്ങൾ പറയുന്നുണ്ടോ, നിങ്ങളുടെ പ്രവർത്തനങ്ങൾ പലരും വീക്ഷിക്കുന്നുണ്ട്, നിങ്ങൾ വളരുന്നുണ്ട് എന്നാണ് ഇതിന്റെ അർത്ഥം. അപ്പൊ ഇപ്പൊ നിങ്ങൾക്ക് തോന്നില്ലേ, എന്നാ കുറച്ചുകൂടെ ഒക്കെ ആളുകൾ അത് പറഞ്ഞാട്ടെ, അല്ലേ? അതെ, നമ്മളെ സസൂക്ഷ്മം വീക്ഷിക്കുമ്പോഴാണോ നമ്മളെ കുറിച്ച് പറയാനുള്ളത് കിട്ടുക. വീടിന്റെ ഉള്ളിൽ ബെഡ്റൂമിന്റെ ഉള്ളിൽ പുതപ്പിട്ട് മൂടിക്കിടക്കുന്നവരെ കുറിച്ച് പറയാൻ ആർക്കെങ്കിലും എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. അവർക്ക് പറയാനുള്ളത് ഒരു സാധു, ആരോടും ഒന്നിനും ഇല്ല, ഒരു സാധു. ഇതല്ലേ അവരെ കുറിച്ച് പറയാനുള്ളൂ. കാരണം എന്താ? അവര് വീടിന്റെ ഉള്ളിൽ പുതപ്പിട്ട് മൂടിക്കിടന്ന് ഉറങ്ങുകയാണ്. അതേസമയം വീടിന്റെ അകത്തളത്തിലേക്ക്, നടുത്തളത്തിലേക്ക് ഇറങ്ങി പണിയെടുക്കുന്നവരെ കുറിച്ചേ പറയാനുള്ളൂ. അതെ, ഓൾ ഇവിടെ വൃത്തിയാക്കിയതാ, നോക്ക് നിങ്ങള്, ഇത് വൃത്തിയായിട്ടില്ല. ഇത് പണിയെടുത്തവരെ കുറിച്ചേ പറയാനുള്ളൂ, പണിയെടുക്കാത്തവരെ കുറിച്ച് പറയാനില്ല. അപ്പോ ഇതിന്റെ അർത്ഥം എന്താണെന്നറിയോ? ഇതിന്റെ അർത്ഥം, പ്രിയപ്പെട്ടവരെ, നമ്മളെ കൃത്യമായി ആളുകൾ വീക്ഷിക്കുന്നുണ്ട്, വിലയിരുത്തുന്നുണ്ട്, നമ്മുടെ പ്രവർത്തനങ്ങൾ വിജയിക്കുന്നുണ്ട്, ലക്ഷ്യം കാണുന്നുണ്ട് എന്നാണ് ഇതിന്റെ അർത്ഥം. അപ്പോ നമ്മളെക്കുറിച്ച് ആളുകൾ നെഗറ്റീവ് പറയുമ്പോ
ഓ, എന്നെ കുറിച്ച് ആളുകൾ നെഗറ്റീവ് പറയുന്നുണ്ടേ എന്ന് വിചാരിച്ച് തോടിന്റെ ഉള്ളിൽ കയറി ഒതുങ്ങിയിരിക്കലല്ല വേണ്ടത്. മറിച്ച് കൂടുതൽ പ്രവർത്തനങ്ങളെ കാര്യക്ഷമമാക്കണം, കൂടുതൽ ഊർജ്ജസ്വലതയോടുകൂടി മുന്നോട്ട് വരണം. കൂടുതൽ ഊർജ്ജസ്വലതയോടുകൂടി മുന്നോട്ട് വന്ന് നമ്മുടെ പ്രവർത്തനങ്ങളെ വളർത്തിക്കൊണ്ട് വരികയാണ് വേണ്ടത്. സയ്യിദുനാ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, ഇങ്ങനെ നമ്മളോട് പറയുന്നവരോട് ഏത് നിലപാടാണ് എടുക്കേണ്ടത് എന്ന് സയ്യിദുനാ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നത് എന്താണെന്നറിയോ? ഇന്നമൽ ഇഹ്സാനു അൻ തുഹ്സിന ഇലാ മൻ അസാഅ ഇലൈക് ലൈസൽ ഇഹ്സാനു അൻ തുഹ്സിന ഇലാ മൻ അഹ്സന ഇലൈക്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയാണ്, ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും കൂടുതൽ ശ്രേഷ്ഠതയുള്ള കാര്യമാണ് ഇഹ്സാൻ. ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? നിന്നെ കുറിച്ച് കുറ്റം പറയുന്ന കുറെ ആളുകളില്ലേ, നിന്നെ കുറിച്ച് കുറ്റം പറയുന്ന, നിന്നെ കുറിച്ച് മോശത്തരം പറഞ്ഞു കിടക്കുന്ന കുറെ ആളുകളില്ലേ, അവർക്ക് വേണ്ടി ദ്വാരക്കണം കേട്ടോ. എന്തിന് അവർക്ക് വേണ്ടി ഞാൻ ദ്വാരക്കണം? എന്തിന്? എടോ, നിങ്ങളെ വളർത്തുന്നത് അവരാ. സുഹൃത്തുക്കളെ, നിങ്ങളെ കുറിച്ച് മറ്റുള്ളവരോട് പറഞ്ഞു കൊടുത്ത് നിങ്ങളുടെ പബ്ലിസിറ്റി ഏറ്റെടുത്തിരിക്കുന്നത് അവരാണ്, വേറെ ആരാ? അതുകൊണ്ട് നിങ്ങളെ കുറിച്ച് മോശത്തരം പറഞ്ഞു നടക്കുന്നവർക്ക് വേണ്ടി നിങ്ങൾ ദ്വാ ചെയ്യണം. നിങ്ങളെ കുറിച്ച് 10 പേരിലേക്ക് അറിയിച്ചു കൊടുക്കുന്നത് ആരാ? അവരല്ലേ. നിങ്ങളുടെ പബ്ലിസിറ്റി 10 പൈസ പോലും മേടിക്കാതെ കൃത്യമായിട്ട് നിങ്ങളെ കുറിച്ച് എത്തിച്ചു കൊടുക്കുന്നില്ലേ? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ആരോപണങ്ങളുടെ മുമ്പിൽ അടിപതറാനല്ല നമ്മുടെ ജീവിതമുള്ളത്. ആരോപണങ്ങളുടെ മുമ്പിൽ, ആരോ പറയുന്ന വാക്കുകളുടെ മുമ്പിൽ അടിപതറാനുള്ളതല്ല നമ്മുടെ ജീവിതം. നമ്മുടെ ജീവിതം വിജയത്തിന്റെ വെന്നിക്കൊടി മാലോകരുടെ മുമ്പിൽ പറപ്പിക്കാനുള്ളതാണ്. അള്ളാഹു വിജയങ്ങൾ നമുക്ക് സമ്മാനിക്കട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം.